ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. എബ്രായ ലേഖനം 11-ാം അധ്യായം 36-ാമത്തെ വചനം. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടിയടി, ചങ്ങല, തടവ് എന്നിവ സഹിച്ചു. ചിലർ കല്ലേറിനാൽ വധിക്കപ്പെട്ടു, ഈർച്ചവാളാൽ പിളർത്തപ്പെട്ടു, വാളിനാൽ കൊല്ലപ്പെട്ടു. ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തുകൽ ധരിച്ച് നിരാശ്രയരും പീഡിതരും നിന്ദിതരുമായി കാടുകളിലും മലകളിലും അലഞ്ഞു തിരിഞ്ഞു, ഗുഹകളിലും മാളങ്ങളിലുമായി ജീവിച്ചു. ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല. ഇത് ക്രിസ്ത്യാനികളെക്കുറിച്ച് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസികളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ വചനമാണ്. ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല. അവർ പരിഹസിക്കപ്പെടുന്നു, ഈർച്ചവാളുകൊണ്ട് പിളർത്തപ്പെടുന്നു, വാളിനാൽ കൊല്ലപ്പെടുന്നു. ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തുകൽ ധരിച്ച് ആരുമില്ലാത്തവരും പീഡിതരും നിന്ദിതരുമായി കാടുകളിലും മലകളിലും അലഞ്ഞ് തിരിയുന്നു, ഗുഹകളിലും മാളങ്ങളിലും ഒളിച്ച് ജീവിക്കുന്നു. ഈ ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ദൈവസഭ ഈ ഭൂമിയിൽ ജന്മമെടുത്തതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് പിൻപറ്റുന്ന വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ക്രൈസ്തവ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വിശ്വസ്തന്മാരായ ദൈവമക്കൾ, വിശുദ്ധന്മാർ ശത്രുക്കളുടെ ഭീഷണിയുടെ മുമ്പിൽ മുട്ടുകുത്താതെ പതറാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹവും വിശ്വാസവും ധൈര്യവും മുറുകെ പിടിച്ചുകൊണ്ട് മരണത്തെ അവർ ഏറ്റുവാങ്ങി. വാളാൽ കൊല്ലപ്പെട്ടെങ്കിലും, ക്രൂര മൃഗങ്ങളുടെ മുമ്പിലേക്ക് അവരെ വലിച്ചെറിഞ്ഞ് കൊടുത്തെങ്കിലും, അവരെ തീക്കിരയാക്കിയെങ്കിലും, സമുദ്രത്തിൽ പലരെയും വലിച്ചെറിഞ്ഞ് കളഞ്ഞെങ്കിലും, കല്ലെറിഞ്ഞു കൊന്നെങ്കിലും, അനേക വിശുദ്ധന്മാരുടെ രക്തം ഈ ഭൂമിയിൽ വീണ് ഈ ഭൂമി നനഞ്ഞ് കുതിർന്നെങ്കിലും ഇന്നും ദൈവസഭ അതിൻ്റെ വളർച്ചയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇതുപോലെ ഉപദ്രവിക്കപ്പെടുന്നു? അവർ രാജ്യദ്രോഹികളല്ല. ഒരിക്കലും ഒരു ക്രൈസ്തവനും ആയുധം എടുത്തിട്ടില്ല, എടുക്കാറുമില്ല. വാളെടുക്കുന്നവൻ വാളാൽ വീഴും എന്ന അവരുടെ കർത്താവിൻ്റെ പഠിപ്പിക്കൽ അവർ ശിരസ വഹിക്കുന്നവരാണ്. അവരൊരിക്കലും ഒരു സമൂഹത്തിന് വിരോധമല്ല. നാടിനും രാജാക്കന്മാർക്കും വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജ്യത്ത് സമാധാനമുണ്ടാകുവാൻ അവരാൽ ആവോളം ദൈവത്തോട് നിലവിളിക്കുന്നവരാണ്. എന്നാൽ ലോകത്തിനവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ലോകം അവർക്ക് ഒരിക്കലും യോഗ്യം ആയിരുന്നില്ല. ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവർക്ക് നേരെ ആദ്യം പീഡനം അഴിച്ചുവിട്ടത് അന്നത്തെ യഹൂദ മത നേതൃത്വമാണ്. യഹൂദ മതവും ക്രിസ്തീയ മാർഗവും ആദ്യം മുതൽ തന്നെ ഏറ്റുമുട്ടലിൻ്റെ പാതയിലായിരുന്നു. ക്രൈസ്തവരല്ല ഏറ്റുമുട്ടിയത്, മറിച്ച് യഹൂദ മതത്തിൻ്റെ മേലാളന്മാർ, അന്നത്തെ പുരോഹിതന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ. അവർ ക്രിസ്തു മാർഗത്തെ മുടിച്ചു കളയുവാൻ, വേരോടെ പിഴുതു കളയുവാൻ അവരാൽ ആവോളം ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. അപ്പോസ്തലന്മാരിൽ മിക്കവാറും എല്ലാവരെയും മർദ്ദിച്ചു, പലരെയും രക്തസാക്ഷികളാക്കി അവർ മാറ്റി. അവർക്ക് ക്രിസ്തീയ മാർഗത്തോട് തുടക്കം മുതലേ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാകുവാനുള്ള കാരണം അവരുടെ ക്രൈസ്തവരുടെ ആരാധന പുരുഷനായിരുന്ന യേശുക്രിസ്തു ദൈവപുത്രൻ താൻ ദൈവമാണെന്ന് വിശേഷിപ്പിച്ചതും പ്രസ്താവിച്ചതും പ്രഖ്യാപിച്ചതുമൊക്കെയാണ്. അവരെ പ്രകോപിപ്പിക്കുവാനുള്ള ഒരു കാരണം യേശു തന്നെത്താൻ ദൈവമാണെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ വർദ്ധിച്ചു വന്ന ജനപ്രീതി അതവരെ വല്ലാതെ ചൊടിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന അനേക സംഭവങ്ങൾ അവരെ വല്ലാതെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ക്രിസ്തുവിനോടുള്ള അവരുടെ സമീപനത്തിൽ വലിയ വ്യത്യാസം, വൈരാഗ്യം, വെറുപ്പ്, ഇതൊക്കെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ക്രിസ്തുവിനെ മാത്രമല്ല, ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെയും ഈ നിലയിൽ ആണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെ ഭരണകൂടങ്ങൾ തിരിയാനുള്ള കാരണം അവരുടെ തെറ്റിദ്ധാരണകൾ ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം.
അങ്ങനെ മത നേതൃത്വത്തിൽ നിന്നും അന്നത്തെ ഭരണ സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ തിക്തമായ മൃഗീയമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. പക്ഷേ പീഡനങ്ങളിൽ കുറഞ്ഞു പോകാതെ, തളർന്നു പോകാതെ ഓരോ പീഡനങ്ങളും അവരേറ്റുവാങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളായിരുന്നു അവരിൽ സംഭവിച്ചു കൊണ്ടിരുന്നത്. പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു വന്നു എന്ന് തിരുവെഴുത്ത് പറഞ്ഞ ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം. അതുപോലെ തന്നെ പീഡിപ്പിച്ച് ഈ മാർഗത്തെ നശിപ്പിക്കാം എന്ന് വ്യാമോഹിക്കുന്ന അനേക ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ സഭ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അത് സത്യമാണ്. അതുകൊണ്ട് ക്രൈസ്തവർ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭരണാധികാരികളെ, നമ്മുടെ രാജ്യങ്ങളെ, രാജാക്കന്മാരെ, നാടുവാഴികളെ എല്ലാവരെയും അത്യുന്നതനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട് സമാധാനപൂരിതമാകട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. സ്വർഗീയപിതാവേ, അവിടുത്തെ വചനം അനുസരിച്ചതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന, ഉപദ്രവം ഏൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.